NDAയിൽ ചേരാനുള്ള 2020യുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് 2020യിലെ പ്രവർത്തകർ പാർട്ടി വിടുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വടവുകോട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് റസീന പരീദ് ഉൾപ്പെടെയാണ് പാർട്ടി വിടുന്നത്. ആ ഒരു വാർത്താ സമ്മേളനത്തിൽ പേപ്പറിലാണ് ഇതുപോലെ ജാതി മതമൊക്കെ മെൻഷൻ ചെയ്തിട്ട് അവരങ്ങനെ ഒരു കോളം റെഡിയാക്കി വെച്ചത്. തീർച്ചയായിട്ടും ഒന്നുമില്ല. ഇതിപ്പോൾ TV-യിൽ ന്യൂസ് വരുമ്പോഴാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങളെപ്പോലുള്ളവരോട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ മറ്റ് പാർലമെൻ്ററി ബോർഡ് മെമ്പേഴ്സിനോടൊന്നും അവർക്കൊന്നും അറിയില്ല ഇങ്ങനെ ഒരു സംവിധാനം നടക്കുന്നതും ഇങ്ങനെ ഒരു കൂടിച്ചേരലിൻ്റെ കാര്യങ്ങളൊന്നും തന്നെ അവർക്കറിയില്ല. അങ്ങനെയായിരിക്കും. കാരണം നമ്മളിപ്പോൾ ഇന്ന് കണ്ടത് അവർ കുറച്ച് പേര് മാത്രം തിരുവനന്തപുരത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ മറ്റുള്ളവരാരും സപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെയാവാൻ അതിനെക്കുറിച്ച് എനിക്കറിയില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വാർഡ് കമ്മിറ്റികളായിക്കോട്ടെ, വാർഡ് പ്രസിഡന്റുമാരായിക്കോട്ടെ, ഈവൻ ജനപ്രതിനിധികളായിക്കോട്ടെ, ഇവർക്ക് ആർക്കും ഒരു അറിവില്ല. ലക്ഷ്യം ഇവർ ആദ്യകാലങ്ങളിൽ എവിടെയും നമ്മളിപ്പോൾ പൊളിറ്റിക്കൽ സ്പീച്ച് നടത്തുമ്പോൾ തന്നെ പറയുന്നത് 2020 ഇടതിലേക്കില്ല വലതിലേക്കില്ല. ഇനി അഥവാ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ലയിക്കണം എന്ന് തോന്നിയാൽ അന്ന് 2020 പിരിച്ചുവിടും എന്നുള്ളൊരു പ്രസ്താവനയാണ് പാർട്ടി പ്രസിഡന്റ് കൈക്കൊണ്ടത്. പക്ഷെ ആ നിലപാടിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു നിലപാടാണ് ഇന്നലെ നമ്മൾ ന്യൂസിലെല്ലാം കണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ BJP-യിലേക്ക് ലയിക്കുക, അതായത് ഇവിടുന്ന് ഒരു BJP-ക്ക് റിക്രൂട്ടിംഗ് ഏജൻസി എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചു എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിനു മുമ്പ് നമ്മുടെ ആളുകളൊക്കെ നമ്മളോട് പറഞ്ഞു എങ്കിൽ പോലും ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്ന ആർക്കും അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ഞങ്ങൾക്കത് വ്യക്തത വന്നത്. ഇതിനു മുമ്പ് പറഞ്ഞ ആളുകൾ പറഞ്ഞത് വളരെ കൃത്യമായ കാര്യമാണ്. ഇത് ജനക്ഷേമ രാഷ്ട്രീയമാണ്. ഇതിൽ പാവങ്ങളുടെ പട്ടിണി മാറ്റാൻ വേണ്ടി നിലകൊണ്ടൊരു പ്രസ്ഥാനമാണ് എന്നെല്ലാം ഈ ആശയങ്ങളൊക്കെ ഉൾക്കൊണ്ട് ഇതെല്ലാം നല്ല രീതിയിൽ മറ്റുള്ള ആൾക്കാർക്ക് ഭവിക്കട്ടെ എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത്. ഈ 5 വർഷവും നമ്മൾ അതിൽ നിന്ന് പ്രവർത്തിച്ചതും അതിനൊക്കെ തന്നെയാണ്. പക്ഷേ ഒരു സുപ്രഭാതത്തിലാണ് നമുക്ക് ഇങ്ങനെയുള്ളൊരു നിലപാട് സാബു M. ജേക്കബ് എടുത്തതും നമ്മളെപ്പോലെയുള്ള കുറച്ച് ജനപ്രതിനിധികൾ ഒട്ടനവധി ഇനി വരും ദിവസങ്ങളിൽ കൂട്ടത്തോടെ വരാനിരിക്കുന്നു. മാഡം, ഈ ലോയൽറ്റി കാർഡുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ ജാതി മത സർവേ നടത്തിയത് നേരത്തെ തന്നെ BJP-ആയിട്ട് അവർ ചേരുന്നു എന്നുള്ളതിന്റെ ഒരു വർഗീയ അജണ്ടയുടെ ഭാഗമായിട്ടാണെന്നാണോ നിങ്ങൾ? അത് ഇപ്പം നമുക്ക് അങ്ങനെ തോന്നുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കരുതുന്നത്. അല്ലെങ്കിൽ പിന്നെ ഒരു പാവങ്ങളായ ആളുകൾക്ക്, അതല്ലെങ്കിൽ നമ്മുടെ വാർഡിലൊരു കുറച്ച് ആളുകൾക്ക് ഒരു ഭക്ഷ്യസുരക്ഷയുടെ കാർഡോ അതല്ലെങ്കിൽ ആനുകൂല്യത്തിൻ്റെ എന്തെങ്കിലും കാർഡ് കൊടുക്കണമെങ്കിൽ എന്തിനാണ് ജാതി മതം നോക്കുന്ന ആവശ്യം എന്താണ്? അല്ല, അതും ആയിരിക്കാം. അതല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു സർവേക്ക് ഒരു കോളത്തിൻ്റെ ആവശ്യമുണ്ടോ? നമ്മളൊരു റേഷൻ കാർഡോ ഒരു ആധാർ കാർഡോ അല്ല ഇത് കൊടുക്കുന്നത്. ഒരു ലോയൽറ്റി കാർഡാണ്. പാവങ്ങളായ ജനങ്ങൾക്ക് സബ്സിഡി കൊടുക്കുന്നതാണ്. അവരുടെ ജനക്ഷേമത്തിന് വേണ്ടിയിട്ട് അവരിറക്കിയേക്കുന്ന ഒരു കാർഡാണെന്നാണ് പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ ഈ കുളത്തിൽ ഇങ്ങനെ മെൻഷൻ ചെയ്തത് എന്തിനാണ് അവർ? വിഭാഗക്കാരെ പക്ഷെ കാർഡ് ആർക്കും കൊടുത്തിട്ടില്ല. ഇങ്ങനെ സർവേ നടത്തിയിട്ടേ ഉള്ളൂ. ഭക്ഷ്യമാർക്കറ്റ് ഡിസംബർ 20-ാം തീയതി തുറക്കുമെന്ന ഡിക്ലറേഷൻ ഉണ്ടായിരുന്നു ഇലക്ഷന് മുമ്പ്. പക്ഷേ ഞാൻ അറിഞ്ഞെടുത്തോളം അവിടെ തുറന്നിട്ടുണ്ട്. പക്ഷേ സബ്സിഡി ആനുകൂല്യങ്ങളില്ല. പച്ചക്കറി മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഗ്രോസറി ഐറ്റംസുകൾ ഒന്നും തന്നെ ഇല്ല, സബ്സിഡി ഇല്ല എന്ന് തന്നെയാണ് അറിഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.